ചേച്ചി ഈ അമ്മ എന്തിനാണ് ഇവിടെ വന്നിരിക്കണേ? ആ വഴക്കായിട്ട് വന്നിരിക്കുവാണോ? അതിന് വഴക്കൊന്നും ഇട്ടില്ലല്ലോ. ഇതെന്താടാ അമ്മായി കൂവണേ? കരയുന്നോ? ഏയ് കണ്ണി പൊടി പോയിപ്പോ തുടച്ചേരി. കണ്ണില് പൊടി പോയതല്ലടാ, കരയാണതാ. പൊട്ടിക്കറിയണു. ചിരിക്കണോ? കരഞ്ഞോണ്ടിരുന്ന ആള് ചിരിക്കണടാ. ചേച്ചി ഓ മൊത്തത്തിൽ തെറ്റി കിടക്കുകയാണ്. ഇനി നമ്മളിവിടെ എന്നാ ശരിയാവൂല. വാ ഈ ലച്ചുവിനെയും ഗൗരിയും അടുക്കള ഭാഗത്തോട്ടേ കാണുന്നില്ലല്ലോ. നേരത്തെയൊക്കെ വല്ലപ്പോഴെങ്കിലും അടുക്കളയൊന്ന് കയറുമായിരുന്നു, ഇപ്പൊ അതും ഇല്ല. ആന്റി, നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഭയങ്കര പ്രശ്നമാണ്. ചേച്ചിക്ക് നേരത്തെ വിശ്വാസമില്ലായിരുന്നു, ഇപ്പൊ ചേച്ചിക്ക് വിശ്വാസമായി. ഈ അമ്മായി ശാർക്കരെ പോയി നിന്നിട്ട് 5-6 ദിവസം കഴിഞ്ഞ് വരുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. കഴിഞ്ഞ തവണ ഇതേപോലെയായിരുന്നു. ശാർക്കരെ പോയി നിന്നിട്ട് വന്ന് എന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഞാൻ പറഞ്ഞതിലും കാര്യമുണ്ട്. നമുക്ക് അമ്മായിടത്തൊന്ന് സംസാരിക്കാം ഇതിനെ കുറിച്ച്, അല്ലെങ്കിൽ ശരിയാവൂല. സംസാരിക്കാൻ അമ്മായി നിന്നരില്ലല്ലോ, അമ്മായി വേറെ ലോകത്തല്ലേ. അമ്മൂമ്മേ, ഇതത്ര നിസാര കാര്യമല്ല, കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യാ. നോക്കിയും കണ്ടൊക്കെ ഡീൽ ചെയ്തില്ലെങ്കിലേ പണി പാളും. അമ്മൂമ്മ, എൻ്റെ ഒരു അഭിപ്രായത്തില് നമ്മൾ കൊണ്ടുപോയി സൈക്കാട്രിസ്റ്റിനെ കാണിക്കണായിരിക്കും നല്ലത്. സയന്റിഫിക് ആയിട്ട് പോട്ടെ കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്തോന്ന്? ഇതിപ്പോ ഒരു ഗൗരി, എന്നമ്മ നീ അങ്ങോട്ടോടെ പോവാ? നമ്മളെ പുറകിലത്തെ അലക്കലില്ലേ, അതിന്റെ പുറത്ത് കയറി നിന്ന് കഴിഞ്ഞാ അപ്പുറത്തെ പാടത്തില് വെള്ളം കെട്ടി കിടക്കുന്ന കാണാൻ പറ്റും. നമ്മളിങ്ങനെ ഇരുന്ന് ഗഹനമായി ചിന്തിച്ചു കഴിയുമ്പോഴാണ് ജീവിതം എത്ര കൗതുകകരമാണെന്ന് മനസ്സിലാവണം. ഇനി മിക്കവാറും ടെറസിന്റെ മണ്ടയ്ക്ക് കയറി നിന്നിട്ട് പ്രകൃതി ആസ്വദിക്കാനാന്ന് പറയും. പ്രകൃതി ചിലപ്പോ പറയാൻ പറ്റത്തില്ല, ആസ്വദിക്കും.